നമസ്കാരം. മണിക്കേഴ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് ഒരു വെളുത്തുള്ളി അച്ചാറാണ്. അതിനായിട്ട് 1.25 കിലോ വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് അടർത്തി എടുത്തതാണ്. ഇനി ഇത് തൊലി കളയാൻ എളുപ്പത്തിന് വേണ്ടി വെയിലത്ത് വെക്കാം. ഇത് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വെയിലത്ത് വെക്കാൻ കൊണ്ടുപോവുകയാണ്. നല്ലപോലെ 2 വെയിൽ കൊള്ളേണ്ടി വരും. വെയിൽ കൊണ്ട് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ മതി. അപ്പോൾ പോരും. അതിന് പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയാണ് എണ്ണ പരട്ടി വെക്കുന്നത്. അപ്പോൾ അത് നമുക്കിങ്ങനെ വെയിലത്ത് വെക്കാം. അപ്പോൾ എണ്ണ പുരട്ടി വെയിലത്ത് വെച്ച നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ തൊലിയൊക്കെ പോകാനായിട്ടുണ്ട്. ഈ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ മതി. എന്നിട്ട് മുറത്തിലിട്ട് ഒന്നങ്ങോട്ട് പേറ്റിയാൽ മതി. തൊലി അങ്ങോട്ട് പോകും. നല്ല എളുപ്പമാണ്. തൊലി വേറെ ഇത് വേറെ, ഉള്ളി വേറെയും തൊലി വേറെയും ഉണ്ടാവും. അപ്പോൾ അത് ഓരോന്നോരോന്ന് പൊളിച്ചുണ്ടാക്കണമെങ്കിൽ ഒരുപാട് നേരം വേണ്ടി. ഇത് വളരെ എളുപ്പമാണ്. ഇത് മുറത്തിലിട്ട് പേറ്റിയിട്ട് കാണിക്കാം. വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ വെളുത്തുള്ളി കൊണ്ട് 2 അച്ചാറാണ് ഞാൻ ഇടാൻ പോണത്. 2 തരം അച്ചാർ. അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ: എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 4 തണ്ട് കറിവേപ്പില, ഉലുവയും കടുകും വറുത്തത് ഇത് പൊടിക്കാനുള്ളതാണ്, മഞ്ഞൾപ്പൊടി, കായം വറുത്ത് വെച്ചത് ഇത് പൊടിക്കാനുള്ളതാണ്, ഇഞ്ചി, ലേശം പച്ചമുളക്, ആവശ്യമായ എണ്ണ അത് എള്ളെണ്ണയും പിന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വെച്ചതാണ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അച്ചാറിന് വേണ്ടത്. അപ്പോൾ നമ്മളെടുത്ത വെളുത്തുള്ളി 1.25 കിലോ വെളുത്തുള്ളിയാണ്. അത് പൊളിച്ചിട്ട് ഇത്രയും തൊലിയുണ്ട്. ഇതിനി നമുക്ക് വല്ല ചെടീൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയിടാം. നല്ലതാണ്. അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉരുളി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം, എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഒരു 3 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ലേശം കാന്താരി മുളക്. ഇത് നമുക്ക് അതിൽ ചേർക്കാം. നമ്മളെ വെളുത്തുള്ളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒന്ന് കുറച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നോക്കിയിട്ട് ചേർക്കാം.
ലേശം വിനാഗിരി ചേർക്കാം, കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. 100 മില്ലി വിനാഗിരി ചേർത്തു. ഇത് കായം പൊടിച്ച് വെച്ചതാണ്. 1.5 ടീസ്പൂൺ കായപ്പൊടി ചേർത്തു. ഉലുവയും കടുകും കൂടി പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകുമാണ്. തീ കെടുത്തതാണ് കേട്ടോ, അടുപ്പിൽ തീ തന്നെയല്ല. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. അപ്പോൾ ഈ വെളുത്തുള്ളി കൊണ്ട് തന്നെ 2 തരം അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഒരു അച്ചാറാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത്. ഇനി വേറെ ഒരു തരത്തിൽ നമുക്ക് ഒരു അച്ചാർ പൊടിയാണ് ഉണ്ടാക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. അപ്പോൾ 1.5 ടീസ്പൂൺ കടുക് ഇതിൽ ചേർത്തു. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അച്ചാറിൽ നമ്മൾ മുളക് പൊടി ചേർക്കൂല. അപ്പോൾ വലിയ 2 ഇഞ്ചി ഫുള്ളുണ്ട്. ഇതൊരു 5 വലിയ പച്ചമുളകാണ്, 5 വറ്റൽമുളക്, കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. ഇതൊരു 7 തണ്ടുണ്ട്. അത് നമുക്ക് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമ്മൾ വെളുത്തുള്ളി ചേർക്കാം. ഇതെല്ലാം കൂടി വഴറ്റിയാൽ മതി. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വേവണം. വെളുത്തുള്ളി എണ്ണയിൽ വേവണം. വെളുത്തുള്ളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ലേശം വിനാഗിരി ഒഴിക്കാം. ഇതിൽ നമ്മൾ ചേർക്കുന്നത് പച്ചക്കടുകാണ്. പച്ചക്കടുക് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂൺ പച്ചക്കടുക് ചേർക്കാം, പൊടിച്ചത്. കായം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഞാൻ നോക്കിയിട്ട് ചേർക്കാം. നമ്മുടെ വെളുത്തുള്ളി കൊണ്ട് മുളക് പൊടി ചേർക്കാത്ത ഈ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്യാസ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിക്കൊണ്ടുപോകാം. ഈ വെളുത്തുള്ളി അച്ചാർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ഉലുവപ്പൊടി ചേർക്കാം. വെളുത്തുള്ളി എങ്ങനെ കഴിച്ചാലും നല്ലതാണ്. വലിയ എരുണ്ടാവില്ല, അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിക്കോളും. അപ്പോൾ നമ്മുടെ 2 അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.